രാത്രിയിൽ അമ്മൂനെയും കൂട്ടിയിട്ട് വാക്കിങ്ങിന് വന്നതാണ്. അവൾ ഞാൻ രാത്രി മാത്രമേ പുറത്തിറക്കാറുള്ളൂ. എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരുടെ മേത്തേക്ക് കയറുമെന്ന് പേടിച്ചിട്ട്. എന്നെ ചെറിയ കുട്ടികളൊക്കെ ഉള്ള അയലൊക്കത്തൊക്കെ വല്ല മേത്തിട്ട് കയറിയാലോ എന്നോർത്ത്. കടിക്കൊന്നുമില്ല, എന്നാലും ചെറിയൊരു പേടി. രാത്രി ആകുമ്പോഴത്തേനും കിടന്ന് ബഹളം തുടങ്ങും പുറത്തിറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ ദൂരം നടത്തിക്കും. പിടിച്ചാൽ നിൽക്കത്തില്ല, അതാണ് പ്രശ്നം. വലിച്ചോണ്ട് ഓടലാണ്. അമ്മോ അമ്മോ അങ്ങനെ പുല്ല് തിന്നാൻ പോവാണോ? അവൾക്ക് ഏറ്റവും ഇഷ്ടം പുറത്തിറങ്ങി ഇങ്ങനെ നടക്കണതാണ്. അതിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കും. പുല്ല് തിന്നണോ മൂസ? നീ എന്നാ കാണിക്കും അവിടെ? ബാ ബാ നമുക്ക് നടക്കാം. ബാ അമ്മോ ഇങ്ങോട്ട് വാ. മൊത്തം ഇരുട്ടാണ്. ഇത് വീടിനടുത്ത് കുറച്ച് മണ്ണ് റോഡ് നടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ടാറിട്ട് റോഡാണ്. വണ്ടികളൊക്കെ പോവും. ഇരുട്ടാണ് മൊത്തം. പകലറിഞ്ഞ് കുറച്ച് വ്യക്തമായിട്ട് കാണുന്നത്. എൻ്റെ വീട് അങ്ങോട്ടാണ്, ആ പരിസരത്തായിട്ടാണ്. ഇവിടുന്ന് കുറച്ച് പോകണം വീട്ടിലോട്ട്. കുറച്ച് ദൂരം ഇങ്ങ് വന്നു നടന്ന്. ഈ വലിച്ചോണ്ടോടിൽ തന്നെയാണ്. ഇവിടെ ചെറിയൊരു ഇരുട്ടും മാതിരിയാണ്. കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. ബാ ഇവളിങ്ങനെ ഈ മണം പിടിച്ച് നടക്കൽ തന്നെയാണ്. ഇവിടെ എണ്ണ ഇരുന്നിട്ട് ഈ മണ്ണും കല്ലൊക്കെ വായിക്കടെ പോവില്ലേ? നീ ആരാ, പോലീസ് നായോ? അയ്യോ അമ്മൂ, ആ മണ്ണും കല്ലൊക്കെ വായിക്കടയും മൂക്കിക്കടയും പോവും. അമ്മൂ, നീ എന്തിനാ ഈ മണ്ണിക്കട മുഖമിട്ട് തേക്കണേ? എല്ലാ സാധനം മണം പിടിച്ച് വെക്കണം. വാ ഇങ്ങോട്ട് വാ. എൻ്റെ കൈ വേദന എടുത്ത് തുടങ്ങി വലിച്ച് വലിച്ച്. അനുസരണന്ന് പറഞ്ഞില്ല. ഈ വലിച്ചോണ്ടോടൽ തന്നെ. വാ ഇങ്ങോട്ട്. കറുത്ത കണ്ടിട്ട് കാണുമില്ല. കുഞ്ഞിക്കറമ്പി വാടി. അമ്മുവാ, അമ്മൂസേ നോക്ക്. നീ എങ്ങോട്ടാ അമ്മൂ ഈ വലിച്ചോണ്ട് പോണേ? ബാ അമ്മോ, ബാ അമ്മ. ദൂരത്ത് നിന്നൊരു നായ കുരയ്ക്കുന്നുണ്ട്. ക്യാമറ കാണാൻ പറ്റുന്നില്ല. എൻ്റെ പൊന്നേ, എൻ്റെ കൈ പറഞ്ഞു പോരുമെന്ന് തോന്നണേ. ഒന്നാമത് ഇടത്തെ കൈ വേദനയാണ്. പിടിച്ചാൽ നിൽക്കുന്നില്ല. എന്താ ഇവിടെ? ഇത് അവളുടെ ഒരു ഫ്രണ്ട് ഡോഗാണ്. അതും പെണ്ണാണ്. കൂട്ടുകൂടാൻ വന്നത്. നോക്ക്. ബാ